ദിനംപ്രതി സ്വർണ്ണവില കൂടി വരികയാണ്. ഈ മാസത്തെ ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണെന്ന് രേഖപ്പെടുത്തിയത്. സ്വർണം ഇനി വാങ്ങാൻ കഴിയുമോ എന്നാണ് പലരുടെയും സംശയം. എന്നാൽ കയ്യിലുള്ള ഫോണിൽ വരെ സ്വർണമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അവ വേർതിരിച്ചെടുക്കാനും കഴിയും. മുൻപും ഇതിൽ നിരവധി പഠനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ചൈനയിൽ നിന്ന് പുറത്തുവന്ന പുതിയ പരീക്ഷണമാണ് ഇപ്പോൾ ഹിറ്റായിരിക്കുന്നത്. ലോകം ഇലക്ട്രോണിക് മാലിന്യങ്ങളുടെ കൂമ്പാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആഗോളതലത്തിൽ തന്നെ ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. നിർമ്മിത ബുദ്ധിയുടെയും ഇന്റർനെറ്റ് സാങ്കേതിക വിദ്യകളുടെയും വളർച്ച ഈ മാലിന്യങ്ങളുടെ അളവ് ക്രമാതീതമായി വർദ്ധിപ്പിച്ചു. 2022 മാത്രം ലോകമെമ്പാടുമായി പുറന്തള്ളപ്പെട്ടത് 62 ദശലക്ഷം ടൺ ഈ മാലിന്യമാണ്. 2030 ആകുമ്പോഴേക്കും ഇത് 32% കൂടി 82 ദശലക്ഷം ടണ്ണിലെത്തുമെന്ന് കരുതപ്പെടുന്നു. വലിച്ചെറിയപ്പെടുന്ന ഇലക്ട്രോണിക് സാധനങ്ങൾ പരിസ്ഥിതി നശിപ്പിക്കുന്നു. ഇപ്പോഴിതാ ഈ മാലിന്യങ്ങളിൽ നിന്ന് സ്വർണം വേർതിരിക്കുന്ന രീതിയാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ഈ മാലിന്യങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് കണ്ടെത്തൽ. ഈ മാലിന്യ വിഭാഗത്തിൽ വരുന്ന സ്മാർട്ട് ഫോണുകൾ, സർക്യൂട്ട് ബോർഡുകൾ പോലുള്ള ഉപകരണങ്ങളിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നതാണ് പുതിയ സാങ്കേതിക വിദ്യ. മുൻപും സ്വർണം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ നിലവിലുണ്ടെങ്കിലും ഇത് പരിസ്ഥിതിക്ക് വലിയ ആഘാതം സൃഷ്ടിച്ചിരുന്നു. ഫോണിന്റെ അടക്കം ആന്തരിക ഘടകങ്ങളിൽ, പ്രത്യേകിച്ച് CPU-വിലാണ് സ്വർണം ഉപയോഗിക്കുന്നത്. ബോണ്ടിംഗ് വയറുകളിലും കോണ്ടാക്റ്റുകൾക്കുള്ള പ്ലേറ്റിംഗിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇവയിൽ നിന്ന് തികച്ചും പരിസ്ഥിതി സൗഹൃദമായി സ്വർണം വേർതിരിച്ചെടുക്കാനുള്ള പുതിയ സാങ്കേതിക വിദ്യ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ചൈനീസ് അക്കാദമി ഓഫ് സയൻസസിന് കീഴിലുള്ള ഗ്യാങ്ഷു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എനർജി കൺവേർഷനിലെ ശാസ്ത്രജ്ഞരും സൗത്ത് ചൈന യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയിലെ ഗവേഷകരും ചേർന്നാണ് ഈ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തത്. പുതിയ പഠനമനുസരിച്ച് 20 മിനിറ്റുകൾക്കുള്ളിൽ എവിടെ നിന്നും ഈ മാലിന്യങ്ങളിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കാം. സ്വർണം വേർതിരിച്ചെടുക്കാനുള്ള പ്രക്രിയകളിൽ ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയാണിതെന്ന് കണക്കാക്കുന്നു. പരീക്ഷണത്തിൽ ഗാർഹിക ഇലക്ട്രോണിക്സ്, മൊബൈൽ ഫോൺ, CPU തുടങ്ങിയവയിൽ നിന്ന് 98.2% സ്വർണം വേർതിരിച്ചെടുക്കാൻ കഴിഞ്ഞെന്നാണ് റിപ്പോർട്ട്. ഈ രീതി ഉപയോഗിച്ച് പല്ലേഡിയവും വേർതിരിക്കാൻ കഴിയുമെന്നാണ് ഗവേഷകർ പറയുന്നത്. പൊട്ടാസ്യം പെറോക്സൈഡ്, മോണോസൾഫേറ്റ്, പൊട്ടാസ്യം ക്ലോറൈഡ് എന്നിവയുടെ ഒരു ലായനി ഉപയോഗിച്ചാണ് സ്വർണം വേർതിരിക്കുന്നത്. ഈ ലായനി സ്വർണവുമായോ പല്ലേഡിയവുമായോ സമ്പർക്കത്തിൽ വരുമ്പോൾ ലോഹങ്ങൾ സ്വയം പ്രതിപ്രവർത്തിക്കുന്നു. ശേഷം ലോഹ ആറ്റങ്ങളെ ലായനിയിലേക്ക് വിഘടിപ്പിക്കും. ഇത് സ്വർണത്തെ എളുപ്പത്തിൽ വേർതിരിക്കാൻ സഹായിക്കുന്നു. കണക്കുകൾ പ്രകാരം 10 കിലോഗ്രാം സർക്യൂട്ട് ബോർഡുകൾ സംസ്കരിച്ചാൽ ഏകദേശം 1.4 ഗ്രാം സ്വർണം ലഭിക്കും. അതേസമയം സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്ന് വർധനവാണ് രേഖപ്പെടുത്തിയത്. പവന് 1240 രൂപ കൂടി 1,04,240 രൂപയും ഗ്രാമിന് 155 രൂപ ഉയർന്ന് 13,030 രൂപയുമായി. ഈ മാസത്തെ ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന സ്വർണ്ണ നിരക്കാണിത്. കഴിഞ്ഞ 2 ദിവസം സ്വർണ്ണവിലയിൽ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ പവന് 1,03,000 രൂപയും ഗ്രാമിന് 12,875 രൂപയുമായിരുന്നു. ജനുവരി 5ഓടെയാണ് പവൻ വില 1 ലക്ഷം കടന്നത്. അന്ന് പവന് 1,760 രൂപയും ഗ്രാമിന് 12,595 രൂപയുമായിരുന്നു. ഈ മാസത്തെ ഇതുവരെയുള്ള ഏറ്റവും കുറഞ്ഞ സ്വർണ്ണ നിരക്ക് രേഖപ്പെടുത്തിയത് ജനുവരി 1-നായിരുന്നു. അന്ന് പവന് 99,040 രൂപയും ഗ്രാമിന് 12,380 രൂപയുമായിരുന്നു. ആഗോള സാമ്പത്തിക മേഖലയിൽ അനിശ്ചിതത്വങ്ങൾ ശക്തമായതോടെയാണ് സ്വർണ്ണവിലയിൽ വർധനവുണ്ടായത്. വെള്ളിയാഴ്ച വ്യാപാരം അവസാനിച്ചപ്പോൾ രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് $4,509. സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ വൻകിട നിക്ഷേപകരും വിവിധ കേന്ദ്ര ബാങ്കുകളും സ്വർണം വാങ്ങിക്കൂട്ടിയതാണ് വിലയിൽ കുതിപ്പുണ്ടാക്കിയത്. ഗ്രീൻലാൻഡ് അധിനിവേശത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരുങ്ങുന്നത് വിപണിയിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. അതേസമയം സംസ്ഥാനത്തെ വെള്ളി വിലയിലും ഇന്ന് വൻ വർധനവാണ് ഉണ്ടായത്. ഗ്രാമിന് 287 രൂപയും കിലോഗ്രാമിന് 2,87,000 രൂപയുമാണ്. ഇന്നലെ ഗ്രാമിന് 275 രൂപയായിരുന്നു. അന്താരാഷ്ട്ര വിപണിക്ക് അനുസരിച്ചാണ് കേരളത്തിലെ വെള്ളിവില നിശ്ചയിക്കപ്പെടുന്നത്. ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ രൂപയുടെ വിലയിൽ വരുന്ന കയറ്റിറക്കങ്ങളും വെള്ളിവിലയെ സ്വാധീനിക്കും. ആഗോള വിപണിയിലെ ചലനങ്ങളും ഭൗമരാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളുമാണ് വീണ്ടും സ്വർണത്തിന് മുന്നേറ്റത്തിന് വഴിയൊരുക്കിയത്. US ഡോളർ ഇൻഡെക്സ് 98.99 എന്ന നിലയിൽ നിന്ന് ലാഭമെടുപ്പിനെ തുടർന്ന് താഴ്ന്നതും സ്വർണത്തിന് അനുകൂലമായി. മറ്റ് കറൻസികൾ ഉപയോഗിക്കുന്ന നിക്ഷേപകർക്ക് കുറഞ്ഞ വിലയ്ക്ക് സ്വർണം വാങ്ങാൻ ഇത് അവസരമൊരുക്കിയതാണ് വിലയിൽ മാറ്റമുണ്ടാക്കിയത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.